നമസ്കാരം. എല്ലാവർക്കും ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നാടെല്ലാം ഗണേശോത്സവത്തിൻ്റെ തിരക്കിലാണ്. നിമഞ്ജനം ചെയ്യുവാനുള്ള ഗണേശ വിഗ്രഹങ്ങളെ പൂജിച്ചുകൊണ്ട് ഭക്തരെല്ലാം കാത്തിരിപ്പിലാണ്. ഈ അവസരത്തിൽ ഗണേശ പൂജയുടെ ആധ്യാത്മിക രഹസ്യങ്ങൾ കൂടുതൽ ഗഹനമായി നമ്മെ മനസ്സിലാക്കി തരുന്നതിനായി ബ്രഹ്മകുമാരി മീനാജിയും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. വിനായക ചതുർത്ഥി ഗണേശനെ ആരാധിക്കുവാനായി മാത്രമുള്ള ഒരു ഉത്സവമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ടല്ലോ. 33 ദേവതകളുള്ള ഈ നാട്ടിൽ എന്തുകൊണ്ട് ഗണേശനെ വിഘ്നമകറ്റാനുള്ള ദേവനായിട്ട് നമ്മൾ കണക്കാക്കുന്നു? ഗണേശനെ കുറിച്ച് പറയുമ്പോൾ ശിവപുത്രനായിട്ടാണ് കാണിക്കുന്നത്. ശിവൻ പരമാത്മാവിൻ്റെ നാമധേയമാണ്. സർവമംഗളകാരിയും ജ്ഞാനത്തിൻ്റെ സാഗരനും, സർവശക്തികളുടെ സാഗരൻ, സർവഗുണങ്ങളുടെ സാഗരൻ, ആ സർവമംഗളകാരിയായ പരമാത്മാവിൻ്റെ പുത്രനാണ് ഗണേശൻ. അപ്പം വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ ഗണേശനെ കാണിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണ രീതിയിൽ ജീവിതത്തിൽ ഏതൊരു കഷ്ടം വരുമ്പോഴും, ദുഃഖം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ആദ്യം മനുഷ്യരുടെ അടുത്ത് ആശ്രയിക്കും. ബന്ധുക്കളും മിത്രങ്ങളും എല്ലായിടത്തും ആശ്രയിച്ചതിന് ശേഷം ഒരു മനുഷ്യനെ നമ്മളെ സഹായിക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവസാന കൈക്ക് നമ്മളെല്ലാവരും അഭയം പ്രാപിക്കുന്നത് ഭഗവാന്റെ അടുത്താണ്. കാരണം നമുക്കറിയാം മനുഷ്യന് ഇത്രേ ചെയ്യാൻ പറ്റൂ, ലിമിറ്റേഷൻ ഉണ്ട്. അതിനപ്പുറം എന്തെങ്കിലും, ആ മനുഷ്യൻ്റെ ലിമിറ്റേഷന് അപ്പുറമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നടത്തണമെങ്കിൽ അത് ഈശ്വരന് മാത്രമേ പറ്റൂ. കാരണം ഓൾ മൈറ്റി അതോറിറ്റി, സർവശക്തിവാൻ പരമാത്മാവാണ്. അപ്പം സർവശക്തിവാനായ പരമാത്മാവിൻ്റെ പുത്രനായിട്ടാണ് ഗണേശനെ കാണിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ എന്താ? നമ്മളെല്ലാ ആത്മാക്കളും, എല്ലാവരും, എത്ര ജീവാത്മാക്കൾ ഈ ഭൂമിയിലുണ്ടോ, നമ്മളെല്ലാവരും ഭഗവാനെ മാതാപിതാവെന്നാണ് വാഴ്ത്തുന്നത്, മഹിമ പാടുന്നത്. ഈശ്വരൻ നമ്മുടെ അച്ഛനും അമ്മയാണ്. സർവ്വമതങ്ങളിലും ഭഗവാനെ മാതാപിതാവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ സന്താനങ്ങളാണ് നമ്മൾ, ശിവപുത്രരാണ് നമ്മൾ ഓരോരുത്തർക്കും ഗണേശന്മാരായിട്ട് മാറാൻ കഴിയണം. അർത്ഥം, നമുക്ക് മുന്നിൽ വരുന്ന വിഘ്നങ്ങളെ, തടസ്സങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിച്ച് അതിൽ വിജയം പ്രാപ്തമാക്കാനുള്ള കരുത്തുള്ളവരാക്കിയാണ് ശരിക്കും സർവശക്തിവാനായ പരമാത്മാ പിത നമ്മളെ ഈ നാടകശാലയിലേക്ക് വിട്ടത്. കാരണം നമ്മൾ ആ അച്ഛൻ്റെ മക്കളാ. അച്ഛനിൽ എന്ത് ഗുണമുണ്ടോ, വിശേഷതയുണ്ടോ, ഭഗവാൻ പറയാറുണ്ടല്ലോ, ഈശ്വരൻ തൻ്റെ അതേ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് പറയുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ അതേ രൂപത്തിൽ, അർത്ഥം ഭഗവാൻ അറിവിൻ്റെ കടല, നമ്മളും അതേപോലെ വിവേകശാലികളായിരുന്നു. ഭഗവാൻ സർവശക്തിവാനാണ്, അതേപോലെ നമ്മളിലും ശക്തികളുണ്ടായിരുന്നു. ഭഗവാൻ സർവഗുണങ്ങളുടെ കടലാണ്. ഈശ്വരനെ നമ്മൾ അങ്ങനെയാണല്ലോ വാഴ്ത്തുക, സ്നേഹസാഗരൻ, അറിവിൻ്റെ സാഗരൻ, ശാന്തിയുടെ സാഗരൻ. അപ്പോൾ ഭഗവാനിലെ പോലെ ആ ഗുണങ്ങൾ നമ്മളിലും ഉണ്ടായിരുന്നു. എപ്പോഴും ഈശ്വരനെ പോലെ ജ്ഞാനവും ഗുണങ്ങളും ശക്തികളും നമ്മളിലുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവും. അതുകൊണ്ടാണ് ഗണേശന്റെ രൂപം പോലും നോക്കൂ, എത്ര വിചിത്രമായ, എത്ര യുണീക്കായിട്ടുള്ള ഒരു രൂപമാണ്. പകുതി സാധാരണ രൂപത്തിലാണല്ലോ ഗണേശൻ. ഗണേശ രൂപത്തിന്റെ അസാധാരണത്വം, പകുതി ശരീരം മനുഷ്യന്റെ, തലഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ആനയുടെ. സാധാരണ നമ്മൾ സമൂഹത്തിലെ ജീവിതത്തിൽ തന്നെ പറയാറുണ്ടല്ലോ, ആനത്തലയുള്ള ആളെന്നാ പറയാ. ആരെങ്കിലും ബുദ്ധിമാനാണെങ്കിൽ അതെ, ആ ആളെ ഒരു ആനത്തലേന. എൻ്റെ അർത്ഥം എന്താ? ബുദ്ധിമാന, ജീവിതത്തിൽ കഴിവുള്ള വ്യക്തിയാ. ഏത് സാഹചര്യത്തെയും യുക്തിപൂർവം പെരുമാറാനും ജീവിതത്തിന് ബുദ്ധിയുടെ വലിപ്പമാണ് ആനത്തലയായിട്ട് കാണിക്കണം. അപ്പൊ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തല ആനത്തലയായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിവേകശാലി. ബുദ്ധിമാനർത്ഥം വിവേകശാലി. നമ്മുടെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം, അതിനുള്ള വിവേകം നമ്മുടെ പക്കലുണ്ടാകണം. ഒപ്പം ഗണേശന്റെ മറ്റൊരു പ്രത്യേകതയാണല്ലോ, കുടവയറിനായിട്ടാണ് കാണിക്കുക. കൂടുതൽ ആഹാരം കഴിക്കുന്ന കുടവയറർത്ഥം എന്താ? നിറഞ്ഞിരിക്കുക. ഏതിനാൽ നിറയണം? നമുക്ക് ബുദ്ധിശക്തിയും വേണം,
ഒപ്പം ശക്തിയും വേണം, ഒപ്പം നിറവ് വേണം. അറിവിനാൽ നിറഞ്ഞിരിക്കണം, ശക്തികളാൽ നിറഞ്ഞിരിക്കണം. അപ്പം ജ്ഞാനം കൊണ്ട് നമുക്ക് നിറഞ്ഞിരിക്കണം, ശക്തികളാലും നമ്മൾ നിറഞ്ഞിരിക്കണം. വിവേകവും അതേപോലെ ശക്തിയും ഒപ്പം പ്രവർത്തിക്കണം. നമുക്ക് നിറവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കണം. കാരണം ചില സ്ഥലത്ത് നമുക്ക് വേണ്ടത് വിവേകമായിരിക്കും. അപ്പം ജ്ഞാനത്തിൻ്റെ അസ്ത്രശസ്ത്രം നമ്മുടെ ബുദ്ധിയുടെ അവനാഴിയിൽ സ്റ്റോക്ക് ഉണ്ടാകണം. ശക്തികൾ നമ്മളിൽ ഉണ്ടാകണം. ക്ഷമിക്കാൻ, സഹിക്കാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ, സ്നേഹത്തോടെ നമുക്ക് ചേർന്ന് പോകാൻ. അപ്പം ഏതേത് സമയത്ത് നമുക്ക് ഏത് ശക്തികളുടെ ആവശ്യമുണ്ട്, ആ സമയത്ത് ശക്തികളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇപ്രകാരം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കൂ. നമുക്ക് ശിവപുത്രരായി, നമുക്ക് ഓരോരുത്തർക്കും ഗണേശന്മാരായിട്ട് മാറണം. പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മുടെ എല്ലാവരുടെയും പക്കൽ വിവേകവും ഉണ്ടായിരുന്നു, ശക്തികളും ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? നമ്മൾ ഈ നാടകശാലയിൽ നാടകം കളിച്ച് നമ്മൾ ഈ ശരീരമാണെന്ന ബോധത്തിലേക്ക് വന്നു. ഈശ്വരൻ്റെ സന്താനമാണെന്ന് മറന്നു. ഞാൻ ഇന്നയാളുടെ മോനാണ്, മോളാണെന്നേ നമുക്കിപ്പോൾ ഓർമ്മയുള്ളൂ. നമുക്ക് ഈ ശരീരത്തിന് ജന്മം തന്ന അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മയുണ്ട്. ആ അച്ഛൻ്റെ അമ്മയുടെ പേരും പൊസിഷനും അവരുടെ പക്കലുള്ള സ്വത്തും ഞാൻ ഇന്നടത്തെ ഇന്നയാളാണ്, ഇത് നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഈ ശരീരവുമായി ബന്ധപ്പെട്ടത്. ഈ ശരീരത്തിന് ജന്മം തന്ന മാതാപിതാവാണിത്. അച്ഛൻ്റെ അമ്മയുടെയും ഗുണങ്ങളും വിശേഷതകളും കുറച്ചൊക്കെ നമ്മളിലും ഉണ്ടാവും. പക്ഷേ നമ്മൾ മറന്നുപോയത് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ആത്മാവാണെന്നും ആത്മാവായ ഞാൻ പരമാത്മാവിൻ്റെ സന്താനമാണ്. ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചം നമ്മളിലേക്ക് തിരിച്ചു വരണം. അപ്പോഴേ നമ്മുടെ ബുദ്ധിയുടെ അവനാഴിയിൽ വിവേകം കൊണ്ട് നമുക്ക് വിവേകശാലിയായിട്ട് മാറാൻ, ഞാൻ പരമാത്മ സന്താനമാണ്, അപ്പോൾ ഭഗവാന്റെ കുട്ടിയാണെന്നുള്ള ബോധം വരുമ്പോൾ ഈശ്വരൻ്റെ സന്താനമായ ഞാൻ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, അതിന് നമുക്ക് ജ്ഞാനം വേണം. അതിനാണ് സ്പിരിച്വൽ സ്റ്റഡിയുടെ ആവശ്യം, ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആവശ്യം, സത്സംഗത്തിൻ്റെ ആവശ്യം. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതും അതാണ്. ബാക്കിയെല്ലാം നമ്മൾ പഠിക്കും, പക്ഷെ സത്സംഗം എവിടെ? ഇപ്പം നമ്മൾ ചതുർത്ഥി ദിവസമാണ്, ശരി, വിനായക ചതുർത്ഥി ദിവസമാണ്, അല്ലെങ്കിൽ ദീപാവലിയാണ്, അല്ലെങ്കിൽ ശിവരാത്രിയാണ്, നവരാത്രിയാണ്, നമ്മൾ ക്ഷേത്രത്തിൽ പോവും, തൊഴും, പൂജകൾ ചെയ്യും, ഇതെല്ലാം ചെയ്യും. പക്ഷേ സ്റ്റഡി എവിടെ? സ്പിരിച്വൽ സ്റ്റഡി എവിടെ? ആധ്യാത്മിക സത്സംഗത്തിൻ്റെ കുറവാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. കാരണം നമുക്ക് നോളജ് ഫുള്ളാകണമെങ്കിൽ മറ്റേ അറിവ് സ്കൂളിലും കോളേജിലും പോയാൽ നമുക്ക് ഭൗതിക വിദ്യാഭ്യാസം കിട്ടും. പക്ഷെ ആധ്യാത്മിക ജ്ഞാനത്തിന് എന്ത് തന്നെ വേണം? നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും ശരിക്കും ജ്ഞാനം നൽകുന്ന സ്ഥാനങ്ങളായിട്ട് മാറണം. ഓരോ ക്ഷേത്രങ്ങളും ഓരോ സത്സംഗങ്ങളും എപ്പോഴാണോ ജ്ഞാനക്ഷേത്രങ്ങളായിട്ട് മാറണേ, അറിവ് പ്രദാനം ചെയ്യുന്ന സ്ഥാനങ്ങളായിട്ട്, കേന്ദ്രങ്ങളായിട്ട് മാറണേ. കാരണം എന്തായാലും ഭഗവാനെ തൊഴാനും പൂജിക്കും നമ്മൾ ക്ഷേത്രത്തിലേ പോണം. പക്ഷേ അപ്പൊ അവിടുന്ന് തന്നെ ക്ഷേത്രങ്ങളിൽ ഇതെല്ലാം പാരായണങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാരായണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ഒക്കേഷനിൽ മാത്രം പോരല്ലോ, ഒരു റെഗുലർ സ്റ്റഡിയുടെ സിസ്റ്റം നമുക്ക് വേണം. ഇനി പാരായണം നടക്കണം, നമുക്ക് എവിടെ നിർബന്ധം അത് കേൾക്കാൻ പോകണം. ഒരു പ്രഭാഷണം ക്ഷേത്രത്തിൽ 7 ദിവസത്തെ സത്സംഗം നടക്കണു, നമുക്ക് നിർബന്ധമൊന്നും ഇല്ലല്ലോ എല്ലാവരും പോയി കേൾക്കണം എന്ന്. അപ്പം നമുക്കൊരു ശരിക്കും നിർബന്ധപൂർവമായിട്ട് ഇത് നമ്മുടെ ലൈഫിൽ കമ്പൽസറിയാണ്, ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നുള്ള അവബോധം, അവയർനെസ് നമുക്ക് ഓരോരുത്തർക്കും വേണം. അപ്പോഴേ നമുക്ക് ഗണേശനെ പോലെ നമ്മുടെ ജീവിതത്തിന് മുന്നിൽ വരുന്ന വിഘ്നങ്ങളിൽ നമുക്ക് വിജയം നേടാൻ പറ്റും. അതുകൊണ്ടാണ് വിഘ്നം മാറ്റാൻ വേണ്ടിയിട്ട് നോക്കൂ, വിഘ്നം മാറ്റാൻ ഗണേശൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ തേങ്ങ ഉടക്കുക ചെയ്യുക. ഏതൊരു നല്ല കാര്യം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താ ചെയ്യുക? തേങ്ങ ഉടയ്ക്കും. ഇനി തേങ്ങ ഉടയ്ക്കുമ്പോഴും ശ്രദ്ധിക്കും, നമ്മൾ എറിഞ്ഞ തേങ്ങ ചിതറിപ്പോയോ, ഉടഞ്ഞില്ലെങ്കിൽ നമുക്കുള്ളിൽ ടെൻഷൻ, അയ്യോ തേങ്ങ ഉടഞ്ഞില്ലല്ലോ, ചിതറിയില്ലല്ലോ, അത് എൻ്റെ വിഘ്നം പോയില്ലേ, ആ ചിന്ത നമുക്ക് വരും. യഥാർത്ഥത്തിൽ നമ്മൾ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ മുന്നിലുള്ള വിഘ്നങ്ങളുടെ എല്ലാം കാരണം, അതായത് നമ്മളാണ് പോയി തേങ്ങ ഉടയ്ക്കണം. എൻ്റെ അർത്ഥം എന്താ? വിഘ്നത്തെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് നമ്മളവിടെ. അപ്പൊ വിഘ്നം എവിടെ നിന്നാണ് പോണേ? നമ്മളിൽ നിന്നാണ്, എന്നിൽ നിന്നാണ്. എൻ്റെ മുന്നിൽ എന്തെങ്കിലും വിഘ്നങ്ങൾ വരുന്നുവെങ്കിൽ ആ വിഘ്നത്തിൻ്റെ ഉറവിടം, അതിൻ്റെ സ്രോതസ്, സ്റ്റാർട്ടിങ് എന്നിൽ നിന്ന് പോയ ഏതോ ഒരു എനർജി, ഇന്നോ അല്ലെങ്കിൽ ഇന്നലകളിലോ എൻ്റെ ചിന്തയായിട്ടോ വാക്കായിട്ടോ പ്രവൃത്തിയായിട്ടോ ഇന്നോ അല്ലെങ്കിൽ ഇന്നലകളിലോ ഏതോ ഒരു എനർജി എന്നിൽ നിന്ന് ഫ്ലോ ആയി.
ആ എനർജിയുടെ റിട്ടേൺ ആണ് വിഘ്നായിട്ട് വരണേ. അപ്പൊ ഗണേശന് തേങ്ങ ഉടക്കിയ അർത്ഥം എന്താണ്? ഭഗവാന്റെ മുന്നിൽ നമ്മൾ എറിഞ്ഞുടക്കുകയാണ്. എന്തിനെ? വിഘ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തിയെയും പെരുമാറ്റത്തെയാണ് നമ്മൾ ഉടച്ചു കളയേണ്ടത്. എന്നാലേ വിഘ്നം ഇല്ലാതാകുള്ളൂ. കാരണം ചിലപ്പോൾ നാവദോഷം കൊണ്ടായിരിക്കും വിഘ്നം വരുന്നത്. ഇപ്പൊ ഒരു വീട്ടിൽ കലഹം ഉണ്ടാകുക, ഒന്നീ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അപമര്യാദ കടന്നു കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്തത് കാണുകയോ കേൾക്കുകയോ പറയുകയോ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ വിഘ്നം എവിടുന്നാ തുടങ്ങണേ? നമ്മളിൽ നിന്നാണ്. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന അപാകതകളാണ് നമുക്ക് വിഘ്നങ്ങൾ വരിച്ചു വരുത്തുന്നത്. അപ്പം അതുകൊണ്ട് തേങ്ങ ഉടക്കിയ അർത്ഥം എന്താണ്? നമുക്ക് വിഘ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള നമ്മുടെ ഈഗോ കോൺഷ്യസ്നെസ്, നമ്മുടെ ബോഡി കോൺഷ്യസ്നെസ്. കാരണം ഞാൻ ശരീരമാണ്, ഇന്നടത്ത് ഇന്നാളുടെ മോനാണ്, മോളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, വക്കീലാണ്. ഈ ബോഡി കോൺഷ്യസ്നെസ്, ഈ റോൾ കോൺഷ്യസ്നെസ് നമുക്കുണ്ടാക്കിയ ഈഗോ, അഹന്ത, അഹങ്കാരം, അത് നമുക്ക് ചുറ്റും നാളികേരത്തിൻ്റെ ചിരട്ട പോലെ വളരെ കടുപ്പമാർന്ന ആ ഈഗോയുടെ വലയത്തെയാണ് നാളികേരത്തിന്റെ ആ പുറന്തോടായിട്ട്. അതുകൊണ്ടാണ് നാളികേരം അതിനുവേണ്ടി തെരഞ്ഞെടുത്തത്. അതെ. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? ആ കടുത്ത പുറന്തോടിനെ പൊട്ടിക്കണം. ഈഗോ കോൺഷ്യസിൽ നിന്ന് പുറത്തേക്ക് വരണം. അതുകൊണ്ട് പറയാറുണ്ട്, നാളികേര സ്വഭാവത്തിന് പകരം നമുക്ക് മാംഗോ പേഴ്സണാലിറ്റി ആയിട്ട് മാറണം എന്ന് പറയും. മാംഗോയുടെ പ്രത്യേകത എന്താണ്? പുറത്ത് സോഫ്റ്റ് ആണ്. അപ്പം നമ്മുടെ ഉള്ളിലും ആ നമ്മുടെ പ്രവൃത്തിയിലും, പുറത്ത് അർത്ഥം വാക്കില് നമ്മുടെ പുറത്തേക്ക് വരുന്നത് ഒന്ന് സങ്കല്പം, മറ്റൊന്ന് വാക്ക്, മറ്റൊന്ന് പ്രവൃത്തി, പെരുമാറ്റം. ഇതിൽ സോഫ്റ്റ്നെസ് വരണം. അപ്പോൾ മാങ്ങയുടെ അകം കടുപ്പമുള്ള. അതെ, അകം കടുപ്പം പോലെ നമ്മുടെ മനസ്സ് സ്ട്രോങ് ആയിരിക്കണം. വിൽ പവറാണ് ഉദ്ദേശിക്കുന്നത്. ഓ, അത് ശരി. നമ്മുടെ ഉള്ളില് മനസ്സിലെ ശക്തി വേണം. കാരണം ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ മനക്കരുത്ത് വേണം. പക്ഷെ മറ്റുള്ളവരോടൊപ്പമുള്ള പെരുമാറ്റം നമ്മുടെ എങ്ങനെയായിരിക്കണം? സോഫ്റ്റ് ആയിരിക്കണം. സോഫ്റ്റ് പവേഴ്സിനെ പുറത്ത് ഉപയോഗിക്കണം. ഉള്ളിൽ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മളുടെ ഉള്ളിൽ ഇത്രയും ശക്തി വേണം. കാരണം നമ്മുടെ ഉള്ളിലെ ശക്തി ഉപയോഗിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം നമ്മുടെ ദൗർബല്യങ്ങൾ പുറത്ത് വരാതിരിക്കാൻ. അപ്പോൾ ഹാർഡ് പവേഴ്സിനെ നമ്മൾ നമ്മുടെ മേൽ പ്രയോഗിക്കണം. ദേഷ്യപ്പെടാതിരിക്കാൻ, മോശവാക്കുകൾ പറയാതിരിക്കാൻ, മോശമായ പെരുമാറ്റം വരാതിരിക്കാൻ. അത് നമ്മൾ നമ്മളോടാണ് പ്രവർത്തിക്കേണ്ടത്. ആ ഹാർഡ് നേച്ചർ നമ്മളോട് വേണ്ടതാണ്. നമ്മുടെ പവറിനെ ഉപയോഗിക്കണം, വിൽ പവറിനെ ഉപയോഗിക്കണം, മനഃശക്തിയെ ഉപയോഗിക്കണം. അതുപോലെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സഹിക്കാനും നമുക്കുള്ളിൽ ശക്തി വേണം, അതിന് മനക്കരുത്ത് വേണം. പക്ഷെ പുറമേ നമുക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം? സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ശുദ്ധിയുടെയും സത്യതയുടേതും ആയ സോഫ്റ്റ്നെസ് നമുക്ക് വേണം. അങ്ങനെ ഗണേശന്മാരായിട്ട് മാറാൻ നമുക്ക് ആത്മബോധത്തിലേക്ക് തിരിച്ചു വരണം. ശരീരബോധത്തിന്റെ നാളികേരത്തിനെ ഉടയ്ക്കണം. അതിന്റെ ആവശ്യകതയാണ് വർത്തമാന കാലഘട്ടത്തിലുള്ളത്. വിഘ്നങ്ങളെല്ലാം തീർന്നു അതോടുകൂടി. അവരവർക്ക് ആ സെൽഫ് സ്റ്റാൻഡിങ്, നമ്മൾ ഓരോരുത്തരും സ്വന്തം കാലിൽ ജീവിക്കാൻ പ്രാപ്തരായിട്ട് മാറണം. അങ്ങനെയുള്ള ശിവപുത്രന്മാരായിട്ട് മാറണം. അതിന് നോളജ്ഫുള്ളും ആകണം, പവർഫുള്ളും ആകണം. വിഘ്നേശ്വരന്റെ കൂടെ തന്നെ പല മൂഷികനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഗണേശനോടൊപ്പം ഗണേശന്റെ ഫുൾ രൂപം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ധാരാളം പഠിക്കാനുണ്ട്. നമ്മളെങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കണം, ഒരു മാനവന് ജീവിതം ശരിക്കും വിധിപൂർവ്വം ജീവിക്കാൻ ഒരു സെൽഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ നമുക്കതിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മുടെ ലൈഫിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം. സാധാരണ രീതിയിൽ നോക്കൂ, ഒരു എലിയുടെ മുകളിൽ അത്രയും വലിയൊരു ഗണേശൻ ഇരുന്ന് കഴിഞ്ഞാൽ എലിയുടെ കഥ കഴിഞ്ഞതല്ല. ഒരു സാധാരണ മനുഷ്യന് പോലും ഇരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പം ഗണേശന് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഗണേശൻ്റെ വാഹനമായിട്ട് കാണിക്കുന്ന അർത്ഥം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് എലിയുടെ സ്വഭാവം എന്താണ്? എപ്പോഴും കാർന്ന് തിന്നുന്ന സ്വഭാവമാണ്. എലി കടിച്ചാൽ പറയില്ല, നമ്മൾ രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴെങ്ങനെ എലി വന്ന് കടിച്ചാൽ നമ്മൾ അറിയില്ലേ? ബ്ലഡ് മുറിവുണ്ടായാലും അറിയില്ല, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കും. അപ്പം അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും നമ്മളെ തന്നെ കാർന്ന് തിന്നുന്ന ചില സ്വഭാവങ്ങളുണ്ട്. അതാണ് നമ്മുടെ വീക്ക്നെസ്സുകൾ, നമ്മുടെ ദൗർബല്യങ്ങൾ. അവരവരുടെ ദൗർബല്യം എന്താണെന്ന് ചില സമയത്ത് നമ്മൾ തിരിച്ചറിയില്ല.
മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ നമ്മൾ വേഗം നമുക്ക് കാണും. വേഗം കാണാൻ കഴിയും. ഇപ്പൊ ബ്രദർക്ക് എന്ത് കുറവുണ്ടെന്ന് ഞാൻ വേഗം കണ്ടുപിടിക്കും. എനിക്ക് കുറച്ച് സമയം ആവശ്യമുള്ളൂ ബ്രദറുടെ കൂടെ ഇടപഴകും. പക്ഷെ എനിക്ക് എൻ്റെ ദുർബലതകളെ കണ്ടെത്താൻ അത്ര വേഗം കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്നിലേക്ക് നോക്കാറില്ല. എങ്കിലും എനിക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ എപ്പോഴും പുറത്തുള്ള മറ്റുള്ളവരെ കാണാൻ, മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ കാണാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുവരെ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ കണ്ണ്, അകക്കണ്ണ്, അറിവിന്റെ നേത്രം, അതാണ് സ്പിരിച്വാലിറ്റി. നമുക്ക് ഉള്ളിലേക്ക് കാണാനുള്ള നേത്രം. സ്പിരിച്വൽ നോളജ് എന്ന് പറയുന്നത് നമുക്ക് അകക്കണ്ണാണ് പ്രദാനം ചെയ്യുന്നത്. ഇതുവരെ റെഗുലർ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ സ്റ്റഡി നമുക്കില്ലയോ, നമ്മുടെ മൂന്നാം കണ്ണ് അടഞ്ഞു കിടക്കും. സ്പിരിച്വൽ സ്റ്റഡി നമ്മുടെ മൂന്നാം കണ്ണ് തുറന്നു തരും. മൂന്നാം കണ്ണ് തുറക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്വയത്തിലേക്ക് നോക്കാൻ പറ്റൂ. ഇതുവരെ ആത്മനിരീക്ഷണം നടത്തുന്നില്ലയോ, അതുവരെ നമുക്ക് നമ്മുടെ ആന്തരിക ലോകത്തിൽ എന്താ കിടക്കണേ, എൻ്റെ പ്ലസ്സും എൻ്റെ മൈനസും കണ്ടുപിടിക്കാൻ എനിക്ക് അപ്പോഴേ കഴിയും. എൻ്റെ സ്പിരിച്വൽ സ്റ്റഡിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമ്മുടെ പ്ലസ്സും മനസ്സിലാക്കി തരും, നമ്മുടെ മൈനസുകളും മനസ്സിലാക്കി തരും. നമ്മുടെ പ്ലസ്സുകൾ മനസ്സിലാക്കിയാൽ നമുക്കതിനെ നന്മകളെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ മൈനസുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തെല്ലാം മൂഷികര് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ നമുക്ക് നമ്മുടെ വാഹനമാക്കാം. വാഹനമാക്കുക അതിൻ്റെ മുകളിൽ സവാരി ചെയ്യുക, അതിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ, കൺട്രോൾ, നിയന്ത്രണം, ദുർബലതകളുടെ മേലെ സമ്പൂർണ്ണ നിയന്ത്രണം. ആ നിയന്ത്രണത്തിനുള്ള ബലം നമുക്ക് റെഗുലർ സ്പിരിച്വൽ സ്റ്റഡിയിലൂടെയും നിത്യേനയുള്ള മെഡിറ്റേഷൻ എന്ന സാധന, നിത്യസാധകരായിട്ട് മാറുമ്പോൾ ജ്ഞാനം ഒപ്പം ധ്യാനം, മെഡിറ്റേഷൻ, റെഗുലറായിട്ടുള്ള സാധന നമ്മൾ ചെയ്യുന്നവരായിട്ട് മാറുമ്പോൾ നമ്മുടെ ദുർബലതകളെ ജ്ഞാനത്തിൻ്റെ ദർപ്പണത്തിൽ കാണാം. ജ്ഞാനം ഒപ്പം ധ്യാനവും കൂടി ചേരുമ്പോൾ ആ ദുർബലതകളുടെ മേലെ കൺട്രോൾ വരും. അങ്ങനെ നമുക്ക് ദുർബലതകളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും. അതുമാത്രമല്ല, ഗണേശന്റെ പോസ് പോലും നോക്കി ഇരിക്കുന്നത് എങ്ങനെയാണ്, ഒരു കാല് മടക്കി ഒരു കാല് താഴേക്ക് ഇട്ടിട്ടാണ്. പക്ഷെ ഒരു കാല് മടക്കി ഒരു കാല് താഴേക്ക്, അർത്ഥം ഒരു കാല് കർമ്മക്ഷേത്രത്തിലേക്കാണ്. അപ്പൊ കർമ്മവും യോഗവും, തപസ്യയും ധർമ്മവും രണ്ടും ഒപ്പം കൊണ്ടുപോകണം. ബാലൻസിങ്, ലൈഫിന്റെ അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും കൂടി കോമ്പിനേഷനാണ് നമ്മൾ. കാരണം നമ്മൾ മനുഷ്യനാ, ശരീരം എന്ന് പറയുന്നത് മണ്ണാണ്, പക്ഷെ ഇതിനുള്ളിൽ ആത്മാവുണ്ട്. ആത്മാവും ശരീരവും കൂടി ചേരുന്നത് നമ്മൾ മാനവര്. ശരീരം ഭൗതികമാണ്, ആത്മാവ് ചൈതന്യമാണ്. ഇത് മാറ്ററാണ് ശരീരം, പക്ഷെ ആത്മാവ് എന്ന് പറയുന്നത് എനർജിയാണ്. ഈ മാറ്ററിൻ്റെയും ആത്മാവാകുന്ന എനർജിയുടെയും കൂടെ കോമ്പിനേഷനാണ് നമ്മൾ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും കൂടി ബാലൻസിങ് വേണം. പക്ഷെ ഇന്ന് നമ്മൾ ഭൗതികതയുടെ അതിയിൽ പോയി, പക്ഷെ ആധ്യാത്മികതയുടെ കാര്യത്തിൽ ശ്രദ്ധ വെച്ചില്ല. അതുകൊണ്ട് ഇംബാലൻസിങ് ആണ്. അപ്പോൾ വീണ്ടും ലൈഫിനെ ആ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം. കർമ്മയോഗി ജീവിത ശൈലിയിലേക്ക് വരണം. ബ്രഹ്മകുമാരീസിലെ കർമ്മയോഗി ജീവിത ശൈലിയാണ് രാജയോഗം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഗണേശന്റെ ആ പോസ്റ്റർ പോലും നമ്മളെ വിവേകശാലിയാക്കുകയാണ്. ജീവിതം എങ്ങനെ ജീവിക്കണം, കർമ്മത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്ര തന്നെ ഇമ്പോർട്ടൻസ് യോഗി ജീവിതത്തിന്, ധർമ്മത്തിനും കൊടുക്കണം. ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്യുന്നവരായി നമ്മൾ മാറണം. വളരെ രസകരമായൊരു കാര്യമാണ് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞത്. അപ്പോൾ ഇതിനിടയ്ക്ക് കുടവയർ കഴിക്കുന്നത് കൊണ്ടല്ല, അത് ജ്ഞാനം നിറയുന്നത് കൊണ്ടാണെന്ന് സിസ്റ്റർ പറഞ്ഞല്ലോ. എന്നതുപോലെ തന്നെ ഗണപതിയുടെ തുമ്പിക്കൈ, കണ്ണ്, ചെവി ഇങ്ങനെയുള്ള ഭാഗങ്ങൾക്കും എന്തെങ്കിലും അർത്ഥമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം പണ്ട് നമ്മുടെ ആചാര്യന്മാര് സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകൾ എന്നാണ് പറയാം, മഹർഷിമാര്, അവർ ഏതൊരു ചിത്രങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിച്ചിരുന്നു. അത് കേവലം ചിത്രം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ചിഹ്നങ്ങൾ നമുക്ക് കാണിക്കാനല്ല, ജീവിതത്തിലേക്ക് വേണ്ടുന്ന തത്വങ്ങൾ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഗണേശന്റെ ആ ചിത്രത്തിൽ കാണുന്ന കുടവേറെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അത് ജ്ഞാനം നിറഞ്ഞ നമ്മുടെ അവസ്ഥയാണ്. എപ്പോഴും വിവേകശാലിയായിരിക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ തുമ്പിക്കൈ കാണിക്കുന്നത്, ശരിക്കും തുമ്പിക്കൈയുടെ ഒരു പ്രത്യേകത എന്താണ്? തുമ്പിക്കൈ കൊണ്ട് ആന കണ്ടിട്ടില്ലേ, സൂചി പോലെയുള്ള വളരെ ചെറിയ വസ്തു എടുക്കും. അതേസമയം വലിയ ഒരു തെങ്ങ് പോലെയുള്ള വലിയ മരങ്ങളെ പോലും പിഴുതെടുക്കാൻ മൾട്ടിപർപ്പസാണ്. ചെറിയ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം, വളരെ സൂക്ഷ്മ കാര്യവും അതുകൊണ്ട് ചെയ്യാം, എത്ര വലിയ കാര്യവും ചെയ്യാം. ഇതേ കഴിവായിരിക്കണം നമുക്ക് ഓരോരുത്തർക്ക് ജീവിതത്തിൽ വേണ്ടത്. കാരണം ചില സാഹചര്യങ്ങൾ വളരെ ചെറുതായിരിക്കും. ചെറുതിനെ ഒരിക്കലും വലുതാക്കാൻ ശ്രമിക്കരുത്, പക്ഷേ വലുതിനെ നമുക്ക് ചെറുതാക്കാൻ കഴിയണം.
ചില സംഭവങ്ങൾ വളരെ വലുതായിരിക്കും. നമുക്ക് തോന്നും നമ്മുടെ മുന്നിൽ എന്താ പറയുക, ഇത്രയും വലിയ കാർമേഘം ഒന്ന് മൂടിയതുപോലെ ചിലപ്പോൾ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല. ചിലപ്പോൾ അത് ശാരീരികമായിരിക്കാം, ചിലപ്പോൾ ധനപരമായിട്ടായിരിക്കാം, ചിലപ്പം ബന്ധുമിത്രാദികളിൽ നിന്നായിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കണം, സർവശക്തിവാൻ എൻ്റെ കൂടെയുണ്ട്. അർത്ഥം ഈശ്വരീയ ശക്തികൾ എൻ്റെ പക്കലുണ്ട്. ഈ ഈശ്വരീയ ശക്തികളെ ഉപയോഗിച്ച് എനിക്ക് ഈ സാഹചര്യത്തെ തീർച്ചയായിട്ടും തരണം ചെയ്യാൻ കഴിയും. അപ്പോൾ പിന്നെ ഏത് വലിയ പ്രശ്നവും നമുക്ക് വലുതിനെ ചെറുതാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെറുതിനെ വലുതാക്കരുത്, പകരം വലുതിനെ ചെറുതാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. കാരണം എല്ലാം നമ്മുടെ കയ്യിലാണ്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ബഹിർമുഖിയായി വിസ്താരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനുഷ്യ സ്വഭാവമേ ഇപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പുറം ലോകത്തിലേക്ക് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗണേശന് വലിയ 2 ചെവികൾ കാണിച്ചിരിക്കുന്നത്. ഫിൽട്ടർ ചെയ്യുക, ഏത് വേണ്ടതാണോ അത് മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ നമുക്ക് കഴിയുക. ഏതൊന്നുകൊണ്ട് എനിക്ക് ഉപകാരമുണ്ട്, ഏതൊന്നുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാടിനും വീടിനും യൂസ്ഫുൾ ആയത് എന്താണോ, ഉപകാരപ്രദമായത് എന്താണോ അതിനെ സ്വീകരിക്കുക. വളരെ നല്ല കാര്യമാണ് സിസ്റ്റർ പറഞ്ഞത്. ഇനി എനിക്കൊരു സംശയമുണ്ട്. വിനായക ചതുർത്ഥി ഉത്സവത്തിൽ നമ്മൾ ഗണേശ വിഗ്രഹം ഉണ്ടാക്കുന്നു ആദ്യം, പിന്നെ അത് കുറച്ച് ദിവസങ്ങൾ അത് വെച്ച് ആരാധിക്കുന്നു, ആരാധന പൂജ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഇതെല്ലാം ഒരു ഘോഷയാത്രയായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് കൊണ്ടുപോകുന്നു. ഏതെങ്കിലും ജലാശയങ്ങളിൽ അത് മുക്കി നിമഞ്ജനം ചെയ്യുന്നു. ഇതിലെന്തെങ്കിലും ആധ്യാത്മിക തലത്തിലുള്ള വല്ല രഹസ്യങ്ങളുമുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൃഷ്ടി സ്ഥിതി ലയനം ഈ ഒരു പ്രക്രിയ നമുക്ക് മനസ്സിലാക്കി തരാണ്. അതായത് നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ, നമ്മളെല്ലാം ഭഗവാന്റെ മക്കളാണ്. ഈശ്വരൻ്റെ അടുത്ത് നിന്ന് വന്നവരാണ്, ഈശ്വരൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകേണ്ടവരാണ്, അല്ലേ? അതിൻ്റെ ഇടയിലുള്ള സമയം ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നു, ആത്മാവ് ഈശ്വരൻ്റെ സന്താനമാണ്. ആത്മാക്കളെ നമ്മളെല്ലാം ഭഗവാന്റെ അടുത്ത് നിന്ന് ഈശ്വരൻ്റെ സന്നിധാനത്തിൽ നിന്ന് ഇവിടേക്ക് വന്നവരാണ്. ഇത് നമ്മുടെ നാടകശാലയാണ്. ഈ നാടകശാലയിൽ നമ്മൾ ഓരോരുത്തരും ഈ കർമ്മക്ഷേത്രത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശരീരം കിട്ടി. അവരവരുടെ വേഷം ഇട്ടിട്ട് ഈ നാടകശാലയിൽ അവരവരുടെ റോൾ അഭിനയിക്കുകയാണ്. ഒരു ശരീരം ഇടുന്നു, അടുത്ത ശരീരം എടുക്കുന്നു. നമ്മൾ ഈ നാടകശാലയിൽ ജനന മരണത്തിൻ്റെ ചക്രത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നമ്മുടെ ഈ ജനന മരണ ചക്രം പൂർത്തിയാകുന്നു, ആ സമയത്ത് വീണ്ടും നമുക്ക് ആത്മാവിന് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ട് നമുക്കെല്ലാവർക്കും, എല്ലാ ആത്മാക്കളാകുന്ന മക്കൾക്കും തിരിച്ച് പരമാത്മാവിൻ്റെ അടുത്തേക്ക്, ഭഗവാനാകുന്ന സാഗരത്തിലേക്ക് തിരിച്ച് പോകണം. പക്ഷെ ഈ അവസ്ഥയിൽ നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഈശ്വരൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് സമ്പൂർണ്ണ നിമഞ്ജനം നടക്കണം. ഭഗവാനാകുന്ന സാഗരത്തിൽ നമുക്ക് മുങ്ങണം. മുങ്ങിയിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ എന്നുള്ള അസ്തിത്വത്തെ മുക്കിക്കളയണം. അതിനെയാണ് നമുക്ക് നിമഞ്ജനം ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഈ അഹംബോധത്തെ, ദേഹബോധത്തെ എങ്ങനെയാണോ നാളികേരം ഉടക്കിയ അതേപോലെ ശരീരമാണെന്ന ആ ദുരഭിമാനം, ഈ ശരീരബോധത്തിലിരുന്ന് ഉണ്ടാക്കിയെടുത്ത എന്തെല്ലാം ദുരഭിമാനമുണ്ടോ, അപമാനബോധവും അഭിമാനബോധവും ഉണ്ടോ, ഇതിനെ നമുക്ക് സമ്പൂർണമായിട്ടും ഭഗവാന്റെ ഓർമ്മയിൽ ഈശ്വരനാകുന്ന സാഗരത്തിൽ തന്നെ നമുക്ക് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യണം. സമ്പൂർണ്ണ സമർപ്പണം. ഗണപതി വിഗ്രഹം എത്ര ദിവസം വെച്ച് പൂജിക്കുന്നോ ആ പൂജ സമയത്ത് ഗണപതിയുടെ ഓരോ അംഗങ്ങളും കാണുമ്പോൾ, ഡെയിലി പൂജയ്ക്ക് പോകുമ്പോൾ നമ്മൾ നോക്കണം, ഓരോന്നും നമ്മൾ സ്മൃതി ഉണർത്തണം. ആ കണ്ണ് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സൂക്ഷ്മതയുണ്ടോ, ആ തുമ്പിക്കൈ പോലെ എനിക്കും ജീവിതത്തിൽ വരുന്ന വലുതിനെയും ചെറുതിനെയും ഒരേപോലെ ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഗണേശ വിഗ്രഹത്തിൽ കാണുന്ന മുറം പോലെയുള്ള ചെവി പോലെ ഞാനും എൻ്റെ കാതുകളെ ഫിൽട്ടർ ചെയ്തിട്ട് തന്നെയാണോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ അംഗങ്ങൾ കാണുമ്പോഴും ആ മൂർത്തി രൂപത്തിനോടൊപ്പം ആ ഗുണങ്ങളെയും ആ ശക്തികളെയും ആർജിക്കാനുള്ള ഒരു പ്രയത്നം തീർച്ചയായിട്ടും ഈ വിനായക ചതുർത്ഥി ദിവസം നമ്മളെല്ലാവരും ആ ലക്ഷ്യം വെച്ച് ആഘോഷിക്കുകയാണെങ്കിൽ ആഘോഷം അർത്ഥവത്തായി മാറും. കാരണം ആഘോഷിക്കുക അർത്ഥമായിത്തീരുക എന്നുള്ളതാണ്. അപ്പോൾ നിമഞ്ജന ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ സമ്പൂർണമായും എല്ലാ ഈഗോയും നിമഞ്ജനം ചെയ്യാൻ നമുക്കും കഴിയും. സിസ്റ്റർ ഇത്രയും പറഞ്ഞതിൽ നിന്നും മനസ്സിലായത് ഇതാണ്: നമ്മുടെ വിഘ്നങ്ങൾക്ക് മെയിൻ കാരണം നമ്മുടെ അജ്ഞതയും ശക്തിഹീനതയും എന്നാണ്.
വിഘ്ന വിനായകനെ നമ്മൾ ആരാധിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശക്തിയും അതുപോലെ തന്നെ ജ്ഞാനവും ആർജിക്കേണ്ടതും ആവശ്യമാണെന്ന് പറഞ്ഞു തന്നതിന് സിസ്റ്ററിന് വളരെ വളരെ നന്ദി. ഓം ശാന്തി. ഗണേശോത്സവത്തിൽ വിനായകൻ എപ്രകാരമാണോ നായകനായിരിക്കുന്നത്, അതേപോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് നായകനാകുവാൻ ഗണേശനിലുള്ള ഓരോ ഗുണങ്ങളും നമ്മളും ആർജിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്. ഈ പുതുമയേറിയ അറിവോടുകൂടി ഈ വിനായക ചതുർത്ഥി നമുക്ക് ആഘോഷിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.